ചില പാട്ടുകളിലെ ഒറ്റ അടിക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. എന്നാൽ കുട്ടിക്കാലത്ത് നമ്മൾ വെറുതെ പാടി നടന്ന ഒരു കൊച്ചുവരിയുടെ പിന്നിൽ വലിയൊരു കഥയൊളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? അപ്പോൾ ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. എല്ലാം തുടങ്ങുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിലാണ്: ആര് പറഞ്ഞു മ്യാവൂ? ഇത് കേൾക്കുമ്പോൾ വെറുമൊരു കുട്ടികളുടെ പാട്ടിലെ വരിയായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ മുഴുവൻ യാത്രയും തുടങ്ങുന്നത് ഈ ലളിതമായ ചോദ്യത്തിൽ നിന്നാണ്. ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഈ പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നതും ഒരുപക്ഷെ അതുതന്നെയാണ്. ചിലപ്പോൾ ഏറ്റവും നിഷ്കളങ്കമായി തോന്നുന്ന വാക്കുകളിലായിരിക്കും ലോകം മുഴുവൻ ഒരുപോലെ മനസ്സിലാക്കുന്ന വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഈ മ്യാവു എന്ന ശബ്ദത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം. ഇതിന്റെ തുടക്കം നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നാണ്. കുട്ടികൾക്കിടയിൽ ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണിത്. അതിങ്ങനെ ആവർത്തിച്ചു വരുന്ന ആ ചോദ്യമില്ലേ, അത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ആരുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും പോകില്ല. അപ്പോൾ ആരാണ് ഈ നിഗൂഢമായ ശബ്ദത്തിന് പിന്നിൽ? അത് വേറാരുമല്ല, ഒരു പൂച്ചക്കുട്ടിയാണ്. വെറുതെ ഇരിക്കുന്ന ഒരു പൂച്ചയല്ല, കളിക്കാനൊരു കൂട്ടുകാരനെ തേടി ഇറങ്ങിയ ഒരു കുസൃതിക്കുട്ടൻ. അപ്പോൾ ആര് പറഞ്ഞു മ്യാവൂ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ചോദ്യമാണെന്ന്. അതിൻ്റെ അർത്ഥം ആരാണ് മ്യാവൂ എന്ന് പറഞ്ഞത് എന്ന് തന്നെയാണ്. പക്ഷേ ഇതൊരു വെറും ചോദ്യമല്ല, ഒരു കൂട്ടുകാരനെ കണ്ടെത്താനുള്ള ഒരു സൂത്രമാണ്. എന്നാൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ മ്യാവു ഒരു ഉത്തരമാണ്. അതെ, ആ പൂച്ചക്കുട്ടിയുടെ മറുപടിയാണ്. അത് ഞാനാണ്, ഞാൻ നിങ്ങൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഈ പൂച്ചക്കുട്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തിനു വേണ്ടി? അതിൻ്റെ മനസ്സിലെന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളെ പാട്ടിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പൂച്ചക്കുട്ടി നമ്മളെ കളിക്കാൻ ക്ഷണിക്കുകയാണ്. പക്ഷെ കേട്ടോ, ആ കളിയുടെ നിയമങ്ങൾ കുറച്ച് രസകരമാണ്. കാരണം അതിൽ കുറച്ച് നല്ല കാര്യങ്ങളുമുണ്ട്, അതേസമയം കുറച്ച് കുറുമ്പും കലർന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, പൂച്ചയുടെ പ്ലാനുകൾ: മച്ചിന്റെ മുകളിൽ കയറണം, കിട്ടുവിന് ഒരു ഉമ്മ കൊടുക്കണം, ഒരുപാട് കളികൾ കളിക്കണം, പിന്നെ തുള്ളിച്ചാടി നടക്കണം. ചുരുക്കത്തിലെ ഫുൾ എനർജിയുള്ളൊരു കൂട്ടുകാരൻ. ഇവിടെയാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ ഭംഗി. ഒരു വശത്ത് പറയുന്നു നല്ലത് മാത്രം ചെയ്യാം എന്ന്, തൊട്ടടുത്ത് തന്നെ പറയുന്നു കുറുമ്പ് കാട്ടാനും നോക്കാം എന്ന്. ഈ ഒരു ചിന്ത തന്നെയല്ലേ ഇതിനെ ഇത്രയധികം രസകരമാക്കുന്നത്? അതായത് നമ്മുടെ ഈ പൂച്ചക്കുട്ടിക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. ഒരു വശത്ത് അമ്മ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പാവം കുട്ടി, മറുവശത്തോ കുസൃതി കാട്ടി രസിക്കുന്ന ഒരു വികൃതിക്കുട്ടി. ഈ രണ്ട് സ്വഭാവങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്കെല്ലാവർക്കും ഈ കഥാപാത്രത്തെ ഇത്രയധികം ഇഷ്ടം തോന്നുന്നത്. ഇനി ഈ വാക്കുകൾക്ക് കുറച്ചുകൂടി ആഴമുണ്ട്. മച്ചിൻമോളിൽ കയറാം എന്ന് പറയുമ്പോൾ ചെറിയൊരു വിലക്ക് ലംഘിക്കുന്നതിൻ്റെ ഒരു രസമില്ലേ? അതുപോലെ കിട്ടൂനുമ്മ കൊടുക്കാം എന്നത് നിഷ്കളങ്കമായ സ്നേഹത്തെയും സൗഹൃദത്തെയുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കളിയും കുറുമ്പുമെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതിനെല്ലാം അപ്പുറം ഈ പാട്ടിന് ശരിക്കും ഒരു ഹൃദയമുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം? ഇത് വെറുമൊരു ക്ഷണമല്ല, ഒരു കൂട്ടുകാരന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സിന്റെ അഭ്യർത്ഥനയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പാട്ടിന്റെ യഥാർത്ഥ ആത്മാവിനെ കണ്ടെത്തുന്നത്. ഇത് ഒറ്റപ്പെടലിന്റെ കഥയാണ്, ഒരു കൂട്ടിനു വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ കഥ, ലോകത്ത് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വികാരം. അപ്പോ ഈ പൂച്ചക്കുട്ടിയുടെ ഒറ്റപ്പെട്ട വിളിക്ക് ആരെങ്കിലും മറുപടി കൊടുക്കുമോ? പേടിക്കേണ്ട, ഈ പാട്ട് നമ്മളെ നിരാശരാക്കുന്നില്ല. അവസാനം ആ മറുപടി എത്തുകയാണ്: നിന്നോടൊപ്പം കൂടാൻ ഞങ്ങൾക്കെല്ലാം ഇഷ്ടം. അപ്പോൾ ആ പൂച്ചക്കുട്ടിയുടെ കാത്തിരിപ്പ് വെറുതെയായില്ല, അതിന് കളിക്കാൻ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അപ്പോൾ നമ്മൾ തിരിച്ച് പഴയ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത്രയും ലളിതമായൊരു പാട്ട് എങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ കയറിപ്പറ്റുന്നത്? എന്തായിരിക്കും അതിൻ്റെ ആകർഷണത്തിൻ്റെ ആ ഒരു രഹസ്യം? അതിൻ്റെ രഹസ്യം ഒരു ഫോർമുല പോലെയാണ്. 1, അതിൻ്റെ ലളിതമായ ഈണം. 2, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പ്രധാന കഥാപാത്രം. പിന്നെ അതിൻ്റെ ആ നല്ലതും വികൃതിയും നിറഞ്ഞ സ്വഭാവം. എല്ലാത്തിനും മുകളിലായി സൗഹൃദമെന്ന ലോകം മുഴുവൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആശയം. അതുകൊണ്ടുതന്നെ ഇത് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയുമൊക്കെ അതിരുകൾ കടന്നുപോകുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഏറ്റവും ലളിതമായ കഥകളിലാണ് പലപ്പോഴും ഏറ്റവും വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഏതെങ്കിലും ഒരു ലളിതമായ പാട്ട്, ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത എന്തെങ്കിലും ഒരു വലിയ അർത്ഥം അതിൻ്റെ വരികൾക്കിടയിലും ഒളിഞ്ഞിരിപ്പുണ്ടാവാം, അല്ലേ?